കാട് നിറയെ മൃഗങ്ങളെ കണ്ട് വേൾഡ് ഫേമസ് ആയ ഉണ്ണിയപ്പവും കഴിച്ച് മനോഹരിയായ പ്രകൃതിയുടെ മനോഹാരിതയെ ആസ്വദിച്ചുകൊണ്ട് ഒരു യാത്ര പോയാലോ? ഹായ് എവരിവൺ, ഏഞ്ചൽസ് പ്ലാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതാ ബാംഗ്ലൂരിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. ഒരുപാട് കാലമായി നമ്മൾ കേരളം വിട്ട് പുറത്ത് കർണാടകയിലേക്കൊക്കെ യാത്ര ചെയ്തിട്ട്. കാരണം കർണാടക ഒരുപാട് കാലമായിട്ട് നമ്മൾ കോവിഡൊക്കെ വന്നുകൊണ്ട് തന്നെ അവിടുത്തെ ടെസ്റ്റും കാര്യങ്ങളും അവിടുത്തെ റെസ്ട്രിക്ഷൻസൊക്കെ നല്ല ടൈറ്റ് ആക്കിയിട്ട് തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു യാത്ര മുമ്പ് തീരുമാനിച്ചായിരുന്നു. പക്ഷേ ആ ഒരു കോവിഡ് ക്വാറൻറ്റൈൻ അങ്ങനത്തെ കുറേ ഇതൊക്കെ ആയതുകൊണ്ട് നമ്മൾ പോകാതിരുന്നതാണ്. പക്ഷേ ഇന്ന് നമ്മളിതാ ബാംഗ്ലൂരിലേക്കുള്ള യാത്രയിലാണ്. നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന മുയിൻകണ്ട്, അങ്ങനെ സാബിർ, ആസിഫ്, അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്. നമ്മൾ 5 പേരുണ്ട്. നമ്മളിതാ അങ്ങനെ പോകുന്ന റൂട്ടിലാണ്. നമ്മളെ റൂട്ട് വന്നിട്ട് നമ്മളെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴിയല്ല നമ്മൾ പോകുന്നത്. അതിന് പകരം നമ്മൾ കാട്ടിക്കുളം തോൽപ്പെട്ടി ഫോറസ്റ്റ് വഴി നേരെ കർണാടക കയറി ആ റൂട്ടിലാണ് നമ്മൾ പോകാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ വയനാട് കയറിയിട്ടുണ്ട്. ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ട്. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ചെറുതായിട്ടുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളെന്തായാലും യാത്ര ആസ്വദിച്ച് പോവാണ്. അപ്പോൾ എന്തായാലും പോകുന്ന വഴിയില്ല തോൽപ്പെട്ടി, അതുപോലെ കാട്ടിക്കുളം, അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് നേരെ ഇനി എന്ത് ചെയ്യാം, ബാംഗ്ലൂർ പോവാം. ഓക്കെ, നമ്മളെന്തായാലും ഏർലി മോർണിംഗ് തന്നെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ നാട്ടിൽ നിന്ന് ഒരു 10 മണിക്കൂറോളം ബാംഗ്ലൂരിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ഈവനിങ് ആകുമ്പോഴത്തേന് അവിടെ എത്തുന്ന രൂപത്തിലാണ് നമ്മളെ യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മളെന്തായാലും ഇതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെന്തായാലും ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴിയല്ല പോകുന്നത്. അതിന് പകരം നമ്മൾ കാട്ടിക്കുളം ആ റൂട്ടിലാണ്, കാട്ടിക്കുളം കുട്ട വഴിയാണ് നമ്മൾ നേരെ ബാംഗ്ലൂർ മൈസൂർ വഴി നേരെ പോകാനാണ് വിചാരിക്കുന്നത്. കാരണം ബന്ദിപ്പൂരിനെക്കാട്ടിയും ഒന്നും കൂടി മൃഗങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നല്ല ഫില്ലഡ് ആയിട്ടുള്ള നമുക്ക് ഫോറസ്റ്റ് കിട്ടാന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടിയും ഒന്നും കൂടി പച്ചപ്പൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫോറസ്റ്റ് എന്നുള്ളത് തോൽപ്പെട്ടി ഫോറസ്റ്റാണ്. അതുകൊണ്ട് നമ്മൾ ആ റൂട്ട് പിടിച്ചിട്ടാണ് ഇന്ന് പോകുന്നത്. നമ്മളിപ്പം കാട്ടികളൊക്കെ കഴിഞ്ഞ് നമ്മളെ തോൽപ്പെട്ടി ഫോറസ്റ്റിലേക്കുള്ള റൂട്ടിലാണ്. ഈ ഫോറസ്റ്റ് റൂട്ടിൽ തന്നെ പ്രശസ്തമായിട്ടുള്ളൊരു സംഗതി ഉണ്ട്. അതായത് തോൽപ്പെട്ടി പോകുന്ന റൂട്ടിലാണ് നമ്മളെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പ കട ഉണ്ട്. നമ്മളെ നെറ്റിലും ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. വേൾഡിൽ തന്നെ ഫേമസ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു ഉണ്ണിയപ്പ കടയാണ്. ആ ഉണ്ണിയപ്പ കടയാണ് നമ്മളെ ബാക്കിൽ കാണുന്നത്. അപ്പം നമ്മളിതാ ജസ്റ്റ് അവിടെ നിർത്തി അവിടുത്തെ ആ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇനി യാത്രയും കണ്ടിന്യൂ ചെയ്യാന്ന് വെച്ച്. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇനി അവിടെ പോയിട്ട് ആ ഉണ്ണിയപ്പ കടേൻ്റെ ജസ്റ്റ് ആ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി യാത്ര എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, തോൽപ്പെട്ടി പോകുന്ന വഴി ഇതുപോലെ ഒരു 3 റോഡ് കാണാം. ഒന്ന് തിരുനെല്ലി ടെമ്പിളിന് അങ്ങോട്ടാണ്, നേരെ പോകുന്നതാണ് നമ്മളെ തോൽപ്പെട്ടി ഫോറസ്റ്റ്. ഈ ഒരു റോഡ് ഈ വരുന്നതാണ് നമ്മളെ വയനാട് കാട്ടിക്കുളം ഭാഗത്തുനിന്ന് വരുന്ന റോഡ്. ഈ 3 റോഡും കൂടി കൂടുന്ന ഈ ഒരു ജംഗ്ഷനിൽ ചെറിയൊരു കട കാണാം, ഇതുപോലെ കെട്ടിണ്ടാക്കിയൊരു കട. അവിടെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ണിയപ്പ കടയുള്ളത്. അവിടെ അതിന് മുമ്പിൽ ഇതുപോലെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് നമ്മളെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഉണ്ണിയപ്പ കട. അതിന് മുമ്പിൽ തന്നെ കണ്ടില്ലേ, നല്ല അടിപൊളി കാടാണ്, വന്യമൃഗങ്ങളൊക്കെ ഉള്ള കാടാണ്. നമ്മളെ തോൽപ്പെട്ടി ഫോറസ്റ്റിലാണ് ഇതുള്ളത്. അപ്പോൾ ആ ഒരു കാട്ടിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് അങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കടയാണ് നമ്മളെ ഈ ഉണ്ണിയപ്പ കട. എന്തായാലും കാണാതെ പോകില്ല, കാരണം അത്ര ഒറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ അത് എന്തായാലും കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോയിട്ട് അവിടുത്തെ ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിച്ച് നോക്കാം. ഇവരോടൊക്കെ കഴിക്കുന്നുണ്ട്. നമ്മളെന്തായാലും മുമ്പ് വന്ന് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ടേസ്റ്റ് അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ പോകുമ്പോൾ നിർത്തിയതാണ്. ഇതാണ് ആ ഉണ്ണിയപ്പം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് എന്നുള്ളത് നമുക്ക് അവിടെ തന്നെ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വേൾഡിലൊക്കെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങൾക്ക് വന്ന ആളുകളൊക്കെ ഇതിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പ കടയാണ്. ഇവരിവിടെ ഈ വിൽക്കുന്നത് ഇതുപോലെ 10 എണ്ണത്തിൻ്റെ പാക്കറ്റ് ആക്കിയിട്ടാണ് വിൽക്കുന്നത്. നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആ ഒരു പാക്കറ്റ് വാങ്ങിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. ഇവരിത് ഉണ്ടാക്കുന്നത് നമ്മൾ കാണാൻ പറ്റുമോ നോക്കി. പക്ഷേ ഇപ്പോൾ കോവിഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ ഉള്ളിലേക്ക് കയറ്റുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ എന്തായാലും ഒരിക്കലെങ്കിലും ഇതുവഴി പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പ കടയിൽ കയറിയിട്ട് ആ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് ഒരിക്കലെങ്കിലും അറിയാതെ പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ തോൽപ്പെട്ടി ഫോറസ്റ്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തോൽപ്പെട്ടി ഫോറസ്റ്റ് എന്നുള്ളതിനെ ഭയങ്കര അടിപൊളി കാടാണ്. ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാടാണ്. എസ്പെഷ്യലി നമ്മൾ ബാംഗ്ലൂർ ഭാഗത്തു നിന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കർണാടക നമ്മളെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് അടച്ചിടലുണ്ട് രാത്രി 9 മണിക്ക് ശേഷം. പക്ഷേ ഇവിടെ കുട്ട വഴി വരികയാണെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റ് അടച്ചിട്ടില്ല. പക്ഷേ ഒരുപാട് വന്യമൃഗങ്ങൾ, കാട്ടുപോത്ത്, ആന, അങ്ങനെ തുടങ്ങി ഒരുപാട് വന്യമൃഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫോറസ്റ്റാണ് കുട്ട ഫോറസ്റ്റ് എന്നുള്ളത്. കുട്ട നമ്മളെ തോൽപ്പെട്ടി കുട്ട വഴി ബാംഗ്ലൂർ പോകുന്ന റൂട്ട് എന്നുള്ളത്. അപ്പോൾ എന്തായാലും രാത്രിയൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലൂടെ ശ്രദ്ധിച്ചിട്ടേ വരാൻ പറ്റുള്ളൂ. കാരണം അതുപോലെ തന്നെ ഒരുപാട് ഡേഞ്ചർ ആയിട്ടുള്ളൊരു റൂട്ടാണ് ഈ ഒരു കുട്ട തോൽപ്പെട്ടി റൂട്ട് എന്നുള്ളത്.
നമ്മളിപ്പോൾ ഇതാ കർണാടകയിൽ കയറി കർണാടകയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഇതാ നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ലൊരു വ്യൂവും അതുപോലെ ചെറിയൊരു തോടൊക്കെ ഒഴുകുന്ന ഒരു സ്ഥലം ഉണ്ടായി. അപ്പോൾ അതാ നമ്മളവിടെ നിർത്തിയിട്ട് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരതാ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെന്തായാലും വീട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തൊക്കെ പോകുമ്പം നമ്മളിങ്ങനെ കാറൊക്കെ എടുത്ത് പോകുമ്പം ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ട് ലഘു ഭക്ഷണം അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടായി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മെയിനായിട്ട് എക്സ്പെൻസ് കുറക്കാൻ പറ്റും. പിന്നെ അതുമല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് ഒക്കെ കഴിക്കുക. വയറിന് അങ്ങനെ പ്രത്യേകിച്ച് പ്രോബ്ലം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ യാത്രക്കിടയിൽ നമ്മൾ ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ. നമ്മൾ വൺ ഡേ ഒക്കെ പോകുമ്പോഴാട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് എവിടെയെങ്കിലും കഴിക്കേണ്ടി വരും. പിന്നെ അതുമല്ല, ഇതിന് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വഴിക്ക് ഏതെങ്കിലും നാടിൻ്റെ പ്രശസ്തമായിട്ട് ഫുഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും അത് കഴിക്കണം കേട്ടോ. കാരണം നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ ഫുഡ് കഴിക്കലാണ് അതിൻ്റെ ആ ഒരു സ്റ്റൈൽ എന്നുള്ളത്. കാരണം ആ ഫുഡും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. അവിടെയും നമ്മളെ നാട്ടിലത്തെ ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ യാതൊരു അർത്ഥമില്ലല്ലോ. അപ്പം ആ ഒരു അർത്ഥത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫുഡ് കഴിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുക, കൊണ്ടുപോകുക. എന്തായാലും നമുക്ക് യാത്ര ആസ്വദിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രാധാന്യം. ഇപ്പം നമ്മളിതാ ബാംഗ്ലൂരിലേക്കുള്ള ഹൈവേയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഹൈവേയിൽ നമുക്ക് കാണാൻ പറ്റുന്ന സംഗതിയാണ് ഇടയ്ക്കിടയ്ക്ക് ടോൾ എന്നുള്ളത്. നമ്മളെ മാക്സിമം പൊഴിഞ്ഞിട്ടേ നമ്മളവിടെ എത്തിക്കോളും. നല്ലൊരു എമൗണ്ട് തന്നെ നമുക്ക് ടോളിന് വേണ്ടി ചിലവാട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അതിന് നമുക്ക് ഉപകാരം എന്താ വെച്ചാൽ നല്ല റോഡായിരിക്കും, അതിലൂടെ നല്ല ഉഷാറായിട്ട് തന്നെ ട്രാവൽ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇവിടെ ടോളൊക്കെ കൊടുത്ത് ഏകദേശം ബാംഗ്ലൂരിലേക്ക് എത്താനായിട്ടുണ്ട്. നമുക്കിന്ന് ബാംഗ്ലൂർ പോയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ടൈം ഏകദേശം ഈവനിങ് ആവാനായിട്ടുണ്ട്. നമ്മൾ ബാംഗ്ലൂർ എത്തി അവിടെ ജസ്റ്റ് ടൈം സ്പെൻഡ് ചെയ്ത് ഇന്ന ദിവസം അവിടെ നമ്മൾ ടൗണിലും കാര്യങ്ങളൊക്കെ പോയി ആ ഒരു കാര്യങ്ങൾ തന്നെ ഉള്ളൂ, അല്ലാണ്ട് വേറെ സ്ഥലങ്ങൾ കാണാനൊന്നും പോകുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം ഒരു രാത്രി ഒക്കെ ആകുമ്പോഴത്തേന് 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് ബാംഗ്ലൂർ എത്തും. ഇപ്പോൾ നമ്മളെന്തായാലും ബാംഗ്ലൂർ എത്താനായിട്ടുണ്ട്. കുറച്ച് ലൈറ്റായി, എന്നാലും കുഴപ്പമില്ല. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും കാണാനില്ല. നമ്മൾ ഇന്ന് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇവിടുത്തെ ജസ്റ്റ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് വിസിറ്റ് ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കുന്നുള്ളൂ. നാളെ എന്തായാലും നമുക്ക് ഇവിടുത്തെ ബാംഗ്ലൂരിലെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് നന്ദി ഹിൽസ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ബാംഗ്ലൂരിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് മാർക്കറ്റുകളുണ്ട്. അവിടെ വന്നിട്ട് അവിടുത്തെ കാഴ്ചകളങ്ങനെ ജസ്റ്റ് അവിടെ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ആസ്വദിക്കണം. കാരണം ഇന്ത്യയിൽ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന 4ാമത്തെ സിറ്റിയാണ് ബാംഗ്ലൂർ എന്നുള്ളത്. നമ്മളെ മുംബൈ, ഡൽഹി, കൊൽക്കത്ത അതൊക്കെ കഴിഞ്ഞിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ബാംഗ്ലൂർ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കാണുകയാണ്. നമുക്ക് എന്തായാലും നാളത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കുക, പുതിയ ഹിൽ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് നാളെ നമുക്ക് ഉഷാറാക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും കണ്ടുമുട്ടും വരേക്കും ഗുഡ് ബൈ.